Good morning. First year BCom and statistical and mathematical tools for business ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ last time we have discussed central measures of central tendency. ഇത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ സെൻട്രൽ ടെൻഡൻസി മീൻസ് ദ മിഡിൽ വാല്യൂ ആണ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ നോക്കി അല്ലേ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം വാട്ട് വി ആർ സ്റ്റഡീഡ് ഇൻ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നോക്കാം എന്തെന്നുള്ളത്. അതിൽ സെൻട്രൽ ടെൻഡൻസി നമ്മൾ ആദ്യം നോക്കിയത് അരിത്മെറ്റിക് മീൻ അല്ലേ? അരിത്മെറ്റിക് മീന് സിമ്പിൾ ആവറേജ് ആണെന്ന് നമ്മൾ കണ്ടു. ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ജസ്റ്റ് നോക്കി, പ്രോബ്ലം ചെയ്തിട്ടില്ലെങ്കിലും. അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. സെൻട്രൽ ടെൻഡൻസിയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമാണ് അരിത്മെറ്റിക് മീൻ. അപ്പോൾ ഈ മീൻ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് ഐറ്റംസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ടോട്ടൽ വാല്യൂന് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 35 നോക്കി, ഹിയർ നോക്കൂ, നമ്പർ ഓഫ് മാച്ചസ് കൊടുത്തിട്ടുണ്ട് 5, 6, 7, 8, 9. നമ്പർ ഓഫ് ബോയ്സ് കൊടുത്തിട്ടുണ്ട് 5. ഇതിന്റെ മീൻ എന്ന് പറയുന്നത് ആഡ് ദി നമ്പർ ഓഫ് മാച്ചസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബോയ്സ്. ഇതാണ് നമ്മുടെ മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സിമ്പിൾ വേ. ഓക്കെ, ഫോർമുല കൊടുത്തിട്ടുണ്ട്. x bar is equal to x1 plus x2 plus x3 divided by n. That is equal to sigma x by n. X means individual items. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടത്. നോക്കൂ, നമ്മൾ ടൈപ്സ് ഓഫ് അരിത്മെറ്റിക് മീൻ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് എന്തൊക്കെയാണ് അരിത്മെറ്റിക് മീൻ ടൈപ്പ് എന്ന് പറയുന്നത്? രണ്ടെണ്ണം ഉണ്ട്, സിമ്പിൾ അരിത്മെറ്റിക് മീൻ ആൻഡ് വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ. കാൽക്കുലേഷൻ മെത്തേഡ്സ് നമ്മൾ കണ്ടു. ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി അല്ലേ? നമുക്ക് കാൽക്കുലേഷന്റെ മെത്തേഡിലേക്ക് വരാം. എങ്ങനെയാണ് കാൽക്കുലേഷൻ ഓഫ് അരിത്മെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. രണ്ട് മെത്തേഡാണ് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെത്തേഡും ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡും. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിന്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ട് എന്താണ്? സിഗ്മ എക്സ് ബൈ എൻ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. എക്സ് ബാർ എന്ന് പറഞ്ഞെങ്കിൽ എക്സ് ബാർ ഇസ് ദി മീൻ, എക്സ് ഇസ് ദി ഇൻഡിവിജ്വൽ, എക്സ് മീൻസ് ഇൻഡിവിജ്വൽ item. Sigma x means total of individual item. N is total number of items. So sigma x bar is equal to sigma x by n. ഇതാണ് മീൻ കാണാനുള്ള എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. എന്താണ്? പോക്കറ്റ് അലവൻസ് ഓഫ് 10 സ്റ്റുഡൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് റുപ്പീസ് 15, 20, 30, 22, 25, 18, 40, 50, 55 and 65. Find out the average pocket allowance. Equation on x bar is equal to sigma x by n. X bar is equal to sigma x by n. X bar is equal to sigma x by n. So what is sigma x? Sigma x equal to total of each item.
What is that? 15 plus 20 plus 15 plus 20 plus 30 plus 22 plus 18 plus 40 plus 55 plus 50 plus 55 plus 65 all divided by 10. How much it is? Calculate these 15 to these 10 numbers. That's equal to 340. Sit. The total of this is equal to 340. This is 340. So what is x bar? X bar is equal to sigma x 340 divided by total number of items n is equal to 10. Then how much is 34? Okay, 34 is the sigma or x bar or the mean here. Here, this is the individual series mean find out എന്ന method ആണ് individual series. Okay, another method is shortcut method. Individual series direct method is very easy. Shortcut number is the shortcut number equation x bar is equal to a plus sigma d by n. X bar is equal to a plus sigma d by n. What is a? A is the mid value here. A is the mid value. D is the difference between mid value and each item. Okay. A is the mid value. D is the difference between the individual item and the mid value. So, in this method, നമുക്ക് എന്ത് വേണം? ഒരു mid value വേണം. We have to find out mid value. In order to that, we have to arrange the items in an order, smaller to larger. Number smaller to larger ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? Arrange ചെയ്യണം. And take the mid value of that. തന്ന ഐറ്റത്തിലുള്ള mid value എടുക്കണം. Then find out the differences. Find out between A and D. Item mid value item തമ്മിലുള്ള ക്ഷമിക്കണം and D അല്ല. The item x and mid value. Mid value x തമ്മിലുള്ള difference find out ചെയ്യണം. Okay. അപ്പോൾ അങ്ങനെയാണ് എന്ത് കിട്ടുന്നത് നമുക്ക് ഷോർട്ട്കട്ട് മെത്തേഡിൽ എന്ത് ചെയ്യുന്നുള്ളത് mean find out എന്നുള്ളത്. അപ്പോൾ അതിനോടിട്ട് come to the backward. I shall solve it here. Okay. Taking a question here. So ചോദ്യം എഴുതാണ്. ആ ചോദ്യം എഴുതിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് മിഡ് വാല്യൂ ഫൈൻഡ് ഇട്ട് ഞാൻ പറയാം. ഒരു ഫൈൻഡ് എ യൂസിങ് which method? Shortcut method. Shortcut method യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? AM ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്പർ ഞാൻ പറയാം. 45 48 50 52 and 60. Okay. ഇതിലൊക്കെ എന്തൊക്കെ ഫൈൻഡ് ഔട്ട് x bar. X bar ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇക്വേഷൻ എന്താണ്? x bar is equal to a. X bar is equal to a plus sigma d അല്ലേ? a plus sigma d by n. ഏന്ന് പറയുന്നത് എന്താണ്? മിഡ് വാല്യൂ. സിഗ്മ ഡി എന്ന് പറയുന്നത് ഈച്ച് ഐറ്റം എക്സും മിഡ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസിന്റെ
ടോട്ടൽ, അതാണ് സിഗ്മ ഡി ബൈ എൻ. ഇതാണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഒരു കോളം വരയ്ക്കാം. ഒന്ന് എക്സിനോട് കൊടുക്കുന്നത്, അടുത്തത് ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് മിഡ് വാല്യൂ, എക്സ് മൈനസ് മിഡ് വാല്യൂ. അപ്പോൾ ഒരു മിഡ് വാല്യൂ എടുത്തിട്ടുള്ളത് 50 ആണ്. നോക്കൂ, 45, 48, 50, 52, 60. 5 values are there. 5 values is arranged in order തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ you have to take this middle one. ഈ മിഡിൽ വണ് എടുക്കണം 50. ഓക്കെ, 50 ആണ് മിഡിൽ വാല്യൂ. അപ്പോ ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് മിഡ് വാല്യൂ. മിഡ് വാല്യൂ യൂഷ്വലി ടേം ആസ് എ. ഹിയർ എ ഈസ് 50 അല്ലേ? A is 50. Okay. അടുത്തെന്ത് വേണം? ഓക്കെ, അടുത്ത് നോക്കുക. ഐറ്റംസ് ചെയ്താൽ നമുക്ക് 45, 48, 50, 52 and 60. Okay, D. We have to find out D. D is equal to x minus 50. Here 45 minus 50 is equal to how much? Sign is important. This is minus 5. Okay. Next comes 48. 48 minus 50 is equal to minus 2. Next comes mid value itself. 50 minus 50 is equal to 2. Next 52 minus 50 is equal to plus 2, not minus. So 60 minus 50 plus 10. Okay. Then we have to find out its total. Sigma D is equal to minus 5 minus 2 is equal to minus 7. Minus 7 minus plus 2. Minus 7 plus 2. Minus 5. Minus 5 plus 10. Positive 10. Minus 5 plus positive 10. That is equal to 10 minus 5 is equal to 5. Sigma D is 5. Okay. What is the equation? X bar is equal to sigma dA plus sigma D by n. X bar is equal to X. X bar is equal to A plus sigma D by n. Sigma D by n. Okay, what is A here? A is 50. A is 50 plus sigma D by n. Sigma D, how much is sigma D? Sigma D is, we have found 5 by n. What is n here? 1, 2, 3, 4, 5. 1, 2, 3, 4, 5. Total number of X items 5. Equal to 5 by 5 is equal to 1. So X bar is equal to 51. X bar is equal to 51. മനസ്സിലായത് എന്തെന്ന്? ഇതാണ് നമ്മൾ ഏത് മെത്തേഡിന്റെ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ എക്സ് ബാർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ക്ലിയർ? ഇപ്പോ നോക്കൂ, 2 മെത്തേഡ്സ് നമ്മൾ നോക്കി. എന്തൊക്കെയാണ്? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഡയറക്റ്റ് മെത്തേഡിൽ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ എം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. എക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ നമ്പർ, സിഗ്മ എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ഓൾ ഐറ്റംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. അത് നമ്മൾ നേരത്തെ പോക്കറ്റ് അലവൻസിന്റെ കേസിൽ കണ്ടത്. 10 ഐറ്റംസ് ഉണ്ടായിരുന്നു, 10 പേരുടെ പോക്കറ്റ് അലവൻസ്. 10 പേരുടെ പോക്കറ്റ് അലവൻസ് ആഡ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് സിഗ്മ എക്സ് കിട്ടി. അത് 340 ആയിരുന്നു. ടോട്ടൽ നമ്പർ എന്നത് 10 പേരാണ്, 10 ക്യാപിറ്റൽ എൻ. അപ്പോൾ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്നത് 340 ബൈ എൻ, ടു 34 ആണ് നമുക്ക് എക്സ് ബാർ ആവറേജ് കിട്ടിയത്. അടുത്തൊരു പ്രോബ്ലം ചെയ്യുന്നത് ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യുന്നതാണ്. ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ എ എം കാണാനുള്ള ഇക്വേഷൻ എ എം എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ. എ ഇസ് ദി മിഡ് വാല്യൂ. Sigma D is the total of differences of each item and mid value.
n is the total number of items or samples. Okay. ഈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസിനാണ് എണ്ണത്തിനാണ് നമ്മൾ n എന്ന് പറയുന്നത്. ക്ലിയർ? പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? We have to find out D. D find out ചെയ്യണമെങ്കിൽ mid value. Min value നമ്മൾ സെലക്ട് ചെയ്യുന്നത് arrange the total, arrange the each items in order. ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് ഒരു മിഡിൽ നമ്പർ എടുക്കുക. ആ മിഡിൽ നമ്പർ ആണ് എ. അതിന് ഓരോ എക്സും കുറക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഡി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആ മിഡ് വാല്യൂവിന് ഡിവൈഡ്, ആ സിഗ്മ ഡി എ ഡിവൈഡ് ബൈ എൻ, ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ആണ് എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ എക്സ് ബാർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസ് ആണ് പഠിച്ചത്. അത് കൂടാതെ എന്തൊക്കെയുണ്ട്? ഡിസ്ക്രീറ്റ് സീരീസും ഫ്രീക്വൻസി സീരീസും ഉണ്ട്. അപ്പൊ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നോക്കൂ, ഒരു വാല്യൂ ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്കോർ, സ്റ്റുഡൻസിന്റെ സ്കോർ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. 5 സ്കോറിലാണ് 10 സ്കോറിലാണ് 12 സ്റ്റുഡൻസ്, 15 സ്കോറിലാണ് 25 സ്റ്റുഡൻസ്. ഇതാണ് നമ്മൾ പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് വാല്യൂസ്, ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉണ്ട്. അതായത് 1, 2, 3 അല്ല, 5 മാർക്കിലാണ്, 10 മാർക്കിലാണ്, 15 മാർക്കിലാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ട് വാല്യൂസ് എടുക്കുകയാണ്. അതിൽ എത്ര ആൾക്കാർ അത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. ഫ്രീക്വൻസി എന്ന് പറയും, അത്ര പ്രാവശ്യം ആ മാർക്ക് വരുന്നുള്ളൂ. അത് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു സീരീസിൽ എന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാല് നോക്കൂ, സ്കോർ 0 to 5 ഇത്ര ആൾക്ക്, 6 to 10 ഇത്ര ആൾ, 11 to 15 നമ്മള് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയും. ഓക്കെ, ഈ സീരീസിലുള്ള ഡാറ്റയുടെ നമ്മള് ആവറേജ് കാണാൻ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. ഇവിടെ സിഗ്മ എഫ് എന്ന് കാണുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതി പഠിച്ചാൽ നിങ്ങൾ പഠിക്കുമ്പോഴേക്ക് ഞാൻ ബോർഡിൽ എഴുതാം. ഈ ഇക്വേഷനായിട്ട് മുന്നോട്ട് പോയാൽ മതി. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ fx divided by n. Okay, എന്താണ് എക്സ് ബാർ മീൻസ് arithmetic mean. Sigma fx, f means frequency, x item. Okay, നോക്കൂ, marks, frequency 5, 10, 15, 2, 4, 3. ഇതാണ് ഫ്രീക്വൻസി, ഇതാണ് 5. ഈ മാസിന് നമ്മൾ എക്സ് എന്ന് പറയും, ഫ്രീക്വൻസിന് എഫ് എന്ന് പറയും. അപ്പോൾ 5 മാർക്സ് കിട്ടി 2 പേരുണ്ട്, 10 മാർക്സ് കിട്ടി 4 പേരുണ്ട്, 15 മാർക്സ് കിട്ടി 3 പേരുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് എക്സ് ബാർ എന്ന് പറയുന്നത്? സിഗ്മ എഫ് എക്സ്, ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എഫ് എക്സ്, എഫ് ഇൻറ്റു എക്സ്. Then we have to find out its total sigma. Then divided by number of items. Number of items 2 plus 4 plus 7. Then n, total frequency 2 plus 4 plus 3. Here 6 plus 3 9. Now n വരിക n. ഓക്കെ, മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പ്രോബ്ലം ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്ര മാത്രമേ ഇതിപ്പോൾ ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്കത് നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ ഇത് നോക്കൂ, ഈ രണ്ടാമത് നമ്മൾ പഠിച്ച എന്താണ്, എന്തൊക്കെ പഠിച്ചെന്ന് പ്രോബ്ലം ചെയ്തത്. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസിൽ എക്സ് ബാർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്,
സിഗ്മ എക്സ് ബൈ എൻ. ടോട്ടൽ നമ്പറിന് ആഡ് ചെയ്യുന്നു, എത്ര ഐറ്റം ഉണ്ട് അതുകൊണ്ട് ഇവിടെ നമ്പേഴ്സ് വെക്കുന്നു എൻ. അടുത്തത് അതിൽ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് തന്നെ ഷോർട്ട് കട്ട് മെത്തേഡിൽ പഠിച്ചു. ഫൈൻഡിങ് ഔട്ട് മിഡ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. അടുത്ത നമ്മൾ വരുന്നത് എന്തിലേക്കാണ്? കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് സീരീസിലേക്കാണ് വരുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? ഫ്രീക്വൻസി ഉണ്ട്, എക്സും ഉണ്ട്, ഐറ്റമും ഉണ്ട്, രണ്ട് വാല്യൂ ഉണ്ടായി, ഒരു വാല്യൂ ഒരു ഫ്രീക്വൻസിയും. മാർക്ക് ആണെങ്കിൽ മാർക്കും ഫ്രീക്വൻസിയും, ഏജ് ആണെങ്കിൽ ഏജും ഫ്രീക്വൻസിയും. നമുക്ക് പേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. പേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴേക്ക് 8, 15, 16, 17, 18 4 ഏജിലുള്ള ഗ്രൂപ്പുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ 16, 17, 18, 19 വയസ്സുള്ള 4 ഗ്രൂപ്പുകളാക്കുന്നു. അപ്പോൾ 15 വയസ്സിൽ എത്ര പേരുണ്ട്? 20 പേരുണ്ടാവും. അപ്പോൾ 15 എന്നുള്ളത് വാല്യൂ ആണ്, 20 എന്നുള്ളത് ഫ്രീക്വൻസി ആണ്. 16 വയസ്സുള്ള 10 പേരുണ്ടാവും. 16 എന്നുള്ളത് വാല്യൂ ആണ്, 10 എന്നുള്ളത് ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നുണ്ട്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂ അതിന്റെ ഫ്രീക്വൻസി. അപ്പൊ അതിന്റെ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പൊ ഇക്വേഷൻ മാത്രം പഠിക്കുക. നമുക്ക് ഇതിന്റെ പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അതിനേക്കാളും മുമ്പ് ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയിക്കുക. ഓക്കെ, ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് മറ്റു ഗൂഗിൾ മീറ്റ് പോലുള്ള ക്ലാസ്സുകളിലേക്ക് പോകണമെങ്കിൽ പോവാം. ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ലിങ്കുകൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ് വന്നിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ കൂടുതൽ ഒന്നും പറയുന്നില്ല, ഇത്ര കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബോർഡിൽ തന്ന നോട്ട്സ്, സ്ലൈഡ്സിൽ നിന്ന് നോട്ട്സ് ക്ലാസ് നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, ബൈ, താങ്ക് യു.